രണ്ട് മുന്നണികളുടെയും അനിവാര്യതയാണ് മാണി ഗ്രൂപ്പിനെ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടുക എന്ന് പറയുന്നത്. കാരണം ആത്മവിശ്വാസം കൂടുതലുണ്ട് എങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ചുകൊണ്ട് ഞങ്ങൾ എന്തായാലും അധികാരത്തിലേക്ക് വരുമെന്ന് UDFകാർക്ക് ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ അവർ ഇങ്ങനെ വിസ്മയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴവർക്ക് നല്ല മേൽക്കൈ കിട്ടിയിട്ടുള്ളതാണ്. ആ മേൽക്കൈ വെച്ചുകൊണ്ട് തന്നെ മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സാധ്യതകളും തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകും. പക്ഷെ അവർക്ക് ഇപ്പോഴും ആത്മവിശ്വാസം കുറവുണ്ട്. കാരണം മധ്യ കേരളത്തിൽ ഈ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയാൽ മാത്രമേ കുറേ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ കൃത്യമായ ഒരു ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ചൂണ്ടയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ റിജിലൂടെ പറഞ്ഞ പോലെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഔദ്യോഗികമായി എന്ന് പറയുന്നൊരു വാക്കാണ് എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത്. ഔദ്യോഗികമായിട്ട് നടത്തണ്ട, ഈ അനൗദ്യോഗികമായ ചർച്ച നടക്കുന്നത് കൊണ്ടാണ് വിസ്മയം എന്നുള്ള വാക്ക് വെച്ചുകൊണ്ട് ഒരു നടക്കാൻ പോകുന്ന വിസ്മയത്തെക്കുറിച്ച് പറയുന്നത്. ആ വിസ്മയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലം 4-5 വർഷക്കാലമായിട്ട് കാരണം സീറ്റ് നിഷേധിക്കപ്പെട്ട മുതൽ തന്നെ CPMുമായിട്ട് അകന്നു നിൽക്കുന്ന ആയിഷ പോറ്റിയുടെ വരവല്ല. അവർ സജീവ രാഷ്ട്രീയത്തിൽ തന്നെ കുറേ കാലമായിട്ട് ഇല്ലാത്ത ആൾ. അപ്പോൾ അവർ വന്നതാണ് വിസ്മയം എന്ന് പറയാൻ പറ്റില്ല. വിസ്മയം ഇവരാഗ്രഹിക്കുന്ന വിസ്മയം തീർച്ചയായിട്ടും UDF ആഗ്രഹിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ അതേപോലെ കേരള കോൺഗ്രസ് എം പോയി കഴിഞ്ഞാൽ ഒരു വലിയ തിരിച്ചടിയാകുമെന്ന് LDFന് അറിയാം. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് നിലപരുങ്ങലിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ഭരണ തുടർച്ച വേണമെങ്കിൽ അവിടെ കേരള കോൺഗ്രസ് എം വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നടത്തിയുള്ള KM മാണിയുടെ ഇതിൻ്റെ ആ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത്. വേറൊരു കാര്യമുള്ള ജോസ് കെ മാണിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് അടിയുറച്ച ഒരു കാര്യമായിട്ട് റിജിൽ മാക്കുറ്റി പറഞ്ഞ പോലെ 1-1 3 തരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടിട്ടുള്ളത് കേരള കോൺഗ്രസ് നേതാക്കന്മാരിലാണ്. അവർ 1-1 പറയുമ്പോഴേക്ക് തന്നെ 3-4 ഒക്കെ ആയിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഇടതുപക്ഷത്തോടൊപ്പമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പുറത്തേക്ക് പോയാൽ കിട്ടേണ്ട പലതും ഇപ്പോഴും ഓഫറുകളായിട്ട് നിൽക്കുന്നില്ല. അതായത് ഒന്ന് മാണിയുടെ തട്ടകമായിരുന്ന പാല, അവിടെ ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ എന്തുകൊണ്ട് മാണി സി കാപ്പൻ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് ഞാൻ ഈ സീറ്റ് കൊടുക്കാം എന്ന് പറയാൻ വേണ്ടി ആയിരിക്കില്ല. ആ സീറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും. അതേപോലെ തന്നെ കടുത്തുരുത്തി പോലുള്ള ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറാവില്ല. ജോസ് കെ മാണിക്ക് ഇവിടെ എക്കാലത്തും രാജ്യസഭാ അംഗമായിരിക്കാനല്ല അദ്ദേഹം ആഗ്രഹിക്കുക. അദ്ദേഹത്തിന് വേണ്ടത് ഇവിടെ നിയമസഭയിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് സ്വാഭാവികമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഒന്നുകിൽ പാല, കടുത്തുരുത്തി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അവിടെ കിട്ടില്ല. അപ്പം ഇത്തവണ LDF മത്സരിക്കാൻ കഴിഞ്ഞ തവണ LDF മത്സരിക്കാൻ കൊടുത്തിട്ടുള്ള അത്ര സീറ്റ് കിട്ടുക എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ട്. ഈ സീറ്റ് ആരൊക്കെ കൊടുക്കും? ഒന്ന് കോൺഗ്രസ് എന്തായാലും കൊടുക്കേണ്ടി വരും, രണ്ടാമത്തെ ജോസഫ് ഗ്രൂപ്പ് കൊടുക്കേണ്ടി വരും. ഈ ഇത്രയും സീറ്റുകൾ കൊടുത്തിട്ട് അതും ഏതാണ്ട് ഷുവർ സീറ്റ് ആയിട്ടുള്ള പലതും അവർക്ക് ഇനി വേണ്ടി വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വാക്ക് ഈ LDF അടുത്ത തവണ ഉറപ്പായിട്ടും വരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജോസ് കെ മാണി ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഞാനൊരു കാര്യം ചേർക്കാം. അതായത് ഈ വിസ്മയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ ഉദ്ദേശിച്ചല്ല എന്ന്, അങ്ങനെ ഉദ്ദേശിച്ചാണെങ്കിൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ എന്ന് ജോസ് കെ മാണി പറയുന്നു. പക്ഷേ VD സതീശൻ തന്നെ, എനിക്ക് ഓർമ്മയുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് VD സതീശൻ എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് ഓക്കെ, ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും, പക്ഷേ ഇതൊന്നുമല്ലാത്ത വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നോട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പ്രമോദ് തിരിച്ചു വന്ന് എന്നോട് ചോദിച്ചു എവിടെ വിസ്മയം എന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് തന്നെ ആവണമെന്നില്ല വിസ്മയം, അതിലും അപ്പുറം പോയേക്കാം. പക്ഷേ ശ്രീ സജീവൻ, ഇപ്പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ച് വിജയം ഉറപ്പിക്കുന്നതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പങ്കാളിത്തം നിർബന്ധമാണ് എന്ന് പറയണമെങ്കിൽ കണക്കുകൾ അതിന് അനുസൃതമാവണ്ടേ? ഇപ്പോൾ നോക്കൂ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രഭ മങ്ങുകയല്ലേ ചെയ്തത്. വലിയ തോതിൽ അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്നിടത്ത് നിന്ന് താഴേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് 50 ഗ്രാമപഞ്ചായത്തുകൾ 2020 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 23 ഗ്രാമപഞ്ചായത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 10-ൽ നിന്ന് 2-ലേക്കും പോയിരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനക്കുറവ് പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അവരുണ്ടെങ്കിലേ പിന്നെ വിജയിക്കാൻ കഴിയൂ എന്ന് യു ഡി എഫിന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയത്തെക്കാൾ ഉപരി ജോസ് കെ മാണി വിഭാഗത്തെ കേരള കോൺഗ്രസിനെ ഒപ്പം ചേർക്കുന്നതിൽ അവർ കാണുന്നത് സാമൂഹികമായ ഒരു എഞ്ചിനീയറിംഗ് ആണോ, സാമൂഹികമായി അവർ കൂടെ ഉണ്ടായാൽ മാത്രമേ മുന്നണിക്ക് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ എന്നൊരു ചിന്തയാണോ യഥാർത്ഥത്തിൽ യു ഡി എഫിനെ ഇതിൽ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്?